ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൈവശമുള്ള ചില ആർട്ട് ടൂൾസുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ടൂൾസുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് പൈൻറ്റിൽ നിന്ന് തന്നെ ആവാം. അപ്പോൾ ഞാൻ അവിടെ ആദ്യം കാണിക്കുന്നത് ക്യാമലിൻ്റെ അക്രലിക്കിൻ്റെ കളറാണ്. ഇത് ഒരു സെറ്റിൽ 6 വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ എൻ്റെ പ്രാക്ടിക്കൽ റെക്കോർഡിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഡ്രോയിങ്ങിന് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് അക്രലിക്കിൻ്റെ മറ്റൊരു കളറാണ്, ഫെവിക്രലിൻ്റെ കളറാണ്. ഇത് ഒരു സെറ്റിൽ 10 വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഒന്നാണ്, 2 തവണയായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ടൈറ്റാനിക്, അതായത് ഞാൻ പണ്ടൊരിക്കൽ ചെയ്തിട്ടുള്ള ടൈറ്റാനിക്കാണ്. ഇത് അതുപോലെ ഇതിൻ്റെ കൂടെ ഒരുപാട് പെയിൻറ്റിങ്സൊക്കെ ഇത് വെച്ചായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നെ കാണിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ഇത് നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ, ടിഷ്യൂവിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പാലറ്റാണ്. പാലറ്റ് ഏതൊക്കെ ടൈപ്പാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ചെറുതുണ്ട്, മാംഗോ ഷേപ്പ്. ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, ഇത് ചെറിയ ഉപയോഗത്തിന് യൂസ് ചെയ്യും. പിന്നെ കൂടുതലായിട്ട് ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ പാലറ്റ് പല ഷേപ്പിലും ഉണ്ട് കേട്ടോ, ഹാർട്ട് ഷേപ്പ്, സ്ക്വയർ, റൗണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ പാലറ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മളൊക്കെ വീട്ടിലുണ്ടാവില്ല, ഹോട്ട്സ്, കഴിക്കുന്ന ഹോട്ട്സിൻ്റെ ബോട്ടിലിൻ്റെ ഒക്കെ അടപ്പാണ്. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലറ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒറ്റ പെയിൻറ്റിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് മുഴുവനാണ് എൻ്റെ കൈവശമുള്ള പാലറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ അടുത്തതായിട്ട് ക്യാമലിൻ്റെ മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ്. ഇത് നമ്മൾ പെയിൻ്റൊക്കെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. പെയിൻറ്റിൽ ഇത് ഒരു തുള്ളി ഉറ്റിച്ചെടുത്താൽ പെയിൻറ്റ് പെട്ടെന്നൊന്നും കട്ട പിടിക്കില്ല. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് വാട്ടർ കളറാണ്. ഇത് നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ കളറാണ്. ഹാർഡായിട്ടുള്ള പെയിൻറ്റ്. ഇതിലൊക്കെ നമ്മൾ കുറച്ച് വെള്ളം ടച്ച് ചെയ്തിട്ടാണ് ഡ്രോയിങ് ചെയ്യാറ്. ഇതിൽ ഒരു ഗോൾഡ് ഫിഷിനെ ഞാൻ ഇതിനു മുമ്പ് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓയിൽ പാസ്റ്റലാണ്. ഓയിൽ പാസ്റ്റിൽ മെയ്ഗ് കളർ പോലത്തെ ഒരു കളറാണിത്. പക്ഷേ അത് മെയ്ഗ് അല്ല കേട്ടോ, ഇത് ഓയിൽ പാസ്റ്റിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് വെച്ച് ഞാൻ ഇതുവരെ വീഡിയോസ് ചെയ്തിട്ടില്ല. പിന്നെ പെൻസിൽ കളറാണ് കാണിക്കുന്നത്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല പഴയ പോലെ. ഇതിനിപ്പോൾ ഓൾഡായപ്പോൾ പഴയ കളറൊന്നും കിട്ടാറില്ല. കൂടുതലായിട്ട് ഞാനിപ്പോൾ ഭംഗിക്കാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫാബ്രിക് കാസ്റ്റിലിൻ്റെ 24 കളേഴ്സ് അടങ്ങിയിട്ടുള്ള വാട്ടർ കളർ പെയിൻ്റാണ്. ഇത് വെച്ച് ഞാനിപ്പോൾ ഈയിടെയായിട്ടൊക്കെ കുറച്ച് ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട്. ഒരു പഞ്ചവർണ്ണ താത്ത, അതുപോലെ അനികയുടെ പിക്ചറൊക്കെ ഇത് വെച്ചാൽ ചെയ്തത്. പിന്നെ SBCയുടെ ഒരു പെയിൻ്റാണ്, ഓയിൽമെൻറ്റ് പെയിൻറ്റ്. പക്ഷേ അക്രലിക് ഒന്നുമല്ല കേട്ടോ. ഇതിൽ ഞാൻ വാട്ടറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ല, അതുകൊണ്ട് എനിക്കിതിനെ പറ്റി അധികമൊന്നും പറഞ്ഞു തരാനായിട്ട് അറിയില്ല. ഇതെൻ്റെ സിസ്റ്റർ ഗൾഫിലായിരുന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അവൾ വാങ്ങിച്ചുകൊണ്ട് എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഇത് അക്രലിക്കിൻ്റെ പെയിൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പെയിൻ്റാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഇതിന് മുമ്പുള്ള ചെയ്തിട്ടുള്ള ഡ്രോയിങ്സൊക്കെ ചെയ്യാറ്. ഇത് രണ്ടും വെച്ചിട്ടാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫാബ്രിക് കാസ്റ്റിലിൻ്റെ വാട്ടർ കളറാണ്. വാട്ടർ കളർ ഇതുപയോഗിച്ച് ഞാൻ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഡ്രോയിങ്, അതുപോലെ ഒരു ഫേസ് പോർട്രേറ്റ് ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെറിയ പെയിൻറ്റ് ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതായിരുന്നു. ബ്രഷൊന്നും ഫ്രീ ആയിട്ടില്ല കേട്ടോ, ഈ ഒരു പെയിൻറ്റ് മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് കുറച്ച് റേറ്റൊക്കെ വരുന്നുണ്ട്, 175 രൂപയായിട്ട്. അപ്പോൾ ഇതധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് പേൾ പെയിൻ്റാണ്, മെറ്റാലിക് പേൾ പെയിൻറ്റ്. ഇത് ഗിൽറ്റ് ഉള്ളൊരു ഫാബ്രിക് പെയിൻ്റാണ്, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പറയാം. ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തിരുന്നു, കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ പെൻസിൽസാണ്. നമ്മൾ എന്നും ചെയ്യുന്ന ആർട്ട് ലൈൻ്റെ പെൻസിൽ, HB മുതൽക്ക് 10B വരെയുള്ള പെൻസിൽസാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പെൻസിലാണ്. പിന്നെ ചാർക്കോൾ പെൻസിൽ, പിന്നെ വൈറ്റ് ജെൽ പെന്ന്. ചാർക്കോളൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഗ്രാഫൈറ്റ് പൗഡറാണ്. ഗ്രാഫൈറ്റ് പൗഡർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നൊരു പൗഡറാണ്. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ പൊട്ടിയ മോനയൊക്കെ ഉണ്ടല്ലോ, പെൻസിലിൻ്റെ 10Bയുടെ ഒക്കെ പെൻസിൽ മോന പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാൻഡ് പേപ്പറിൽ ഒരതിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു ചെറിയ പൗഡറാണ്. ഷെയ്ഡിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയൊരു ഗ്ലാസ്. ഇത് നമ്മുടെ കേടില്ല, തൈരിൻ്റെ ഒക്കെ ഒരു ബോട്ടിലായിരുന്നു. ഇത് ഞാൻ ബ്രഷൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന
ആ ഒരു വേസ്റ്റ് ബോട്ടിലാണ്. പിന്നെ ഇത് സ്കെച്ച് കളറാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കമ്പനിയൊന്നും എനിക്കറിയില്ല. പിന്നെ മെയിനായിട്ട് പരിചയപ്പെടുത്തുന്നത് ക്യാൻവാസാണ്, ക്യാൻവാസ് ഷീറ്റ്. അതായത് ഞാനിപ്പോൾ കൂടുതലായിട്ട് ഡ്രോയിങ് ചെയ്തത് ക്യാൻവാസിലാണ്. ഇതിന് നല്ല റേറ്റാണ് കേട്ടോ. ചെറിയൊരു ഷീറ്റിന് തന്നെ നല്ല വില വരുന്നുണ്ട്. പിന്നെ ഇത് കീറൊന്നുമില്ല, നല്ല കട്ടിയുള്ളൊരു തരം ഷീറ്റാണ്. ഇത് ബോർഡായിട്ട് കിട്ടും, ഷീറ്റായിട്ടോ കിട്ടും, അതുപോലെ ബുക്കായിട്ടൊക്കെ കിട്ടും. അപ്പോൾ റോളായിട്ടൊക്കെ കിട്ടും കേട്ടോ. ഇത് അതിൻ്റെ ചെറിയ സൈസാണ്. ഞാൻ വലിയ സൈസിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് എടുത്തതാണിത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇത് വെച്ച് ഞാൻ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അതായത് പണ്ടൊരിക്കൽ ക്യാൻവാസ് ഷീറ്റിൽ ചെയ്ത ഒരു 2 പെയിൻറ്റിങ്സുകളാണിത്. പണ്ടെന്ന് പറയുമ്പോൾ അത് അധികം വൈകിട്ടില്ല കേട്ടോ. ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാൻവാസ് ബോർഡ്. ക്യാൻവാസ് ബോർഡ് അത് കുറച്ച് കട്ടിയൊക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിൽ നല്ല കട്ടിയുള്ള മറ്റൊരു ടൈപ്പ് ക്യാൻവാസും കൂടി ഉണ്ട്. പക്ഷെ അതെൻ്റെ കയ്യിലില്ല, ഞാനിതുവരെ അതിൽ ഡ്രോയിങ് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ്സിൻ്റെ വീഡിയോസ് ഉണ്ട്. കാണാത്തവർ എൻ്റെ പേജിൽ പോയാൽ കാണാം. അപ്പോൾ ഇതൊക്കെ അന്ന് ഞാൻ ചെയ്തിട്ടുള്ള ക്യാൻവാസ് ബോർഡിൽ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സുകളാണ്. ഇതൊക്കെ ക്യാൻവാസ് ബോർഡാട്ടോ. അത് ഓരോരോ സൈസിലാണ്. നമുക്ക് ഓരോരോ സൈസിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഓരോ സൈസിനനുസരിച്ച് ഓരോ ക്യാഷാണ്. പിന്നെ ഇത് മെക്കാനിക്കൽ പെൻസിലാണ്, പെന്നല്ല കേട്ടോ, പെൻസിലാണ്. ഇത് നമ്മൾ നിബ് ഇങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന പെൻസിലാണ്. അപ്പോൾ ഇനി മെയിനായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ഡ്രോയിങ് ബുക്കാണ്. ഡ്രോയിങ് ബുക്കല്ല ഇത് ശരിക്ക് ഞാൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള എൻ്റെ റെക്കോർഡായിരുന്നു. ഇത് ബാലൻസ് വന്ന റെക്കോർഡായിരുന്നു. അപ്പോൾ ഇനി വേസ്റ്റാക്കി കളയേണ്ടെന്ന് കരുതിയിട്ട് ഞാനിത് ഡ്രോയിങ് ബുക്കാക്കി യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ ഇതിലാണ് ചെയ്യാറുള്ളത്, എല്ലാ ഡ്രോയിങ്സും. അപ്പോൾ പെയിൻറ്റിങ്സൊക്കെ ക്യാൻവാസിലും പെൻസിലും ഇങ്ങനെ വാട്ടർ കളറൊക്കെ ഇതിലാണ് കൂടുതൽ ചെയ്യാറുള്ളത്. പിന്നെ ഇതിൻ്റെ പേപ്പർ സാധാരണ ചാർട്ട് പേപ്പറാട്ടോ, അധികം കട്ടിയുള്ള ടൈപ്പൊന്നുമല്ല. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ റിലേറ്റീവ്സ് ഒരുപാട് പേരുടെ പിക്ചേഴ്സ് ഉണ്ട്, ഫിലിം ആക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷസ് ആണ്. എൻ്റെ കയ്യിലുള്ള എല്ലാ ബ്രഷസും ഉണ്ട്, പക്ഷേ ഇതിൽ എല്ലാം ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, കുറച്ചൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫാൻ ബ്രഷാണ്. ഇതാണ് കേട്ടോ ഫാൻ ബ്രഷ് അറിയാത്തവർ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഫാൻ ബ്രഷ് പല ടൈപ്പും ഉണ്ട്, ഇതും ഫാൻ ബ്രഷാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് കുറച്ച് പരന്നിട്ടുള്ള ടൈപ്പ് ഫ്ലാറ്റ് ബ്രഷാണ്. അതുപോലെ നൈഫ് ഉണ്ട്, നൈഫ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതും 10 സൈസുള്ള ഫ്ലാറ്റ് ബ്രഷാണ്. പിന്നെ അതിൻ്റെ ചെറിയ സൈസ് ബ്രഷുകളൊക്കെയാണ്. പിന്നെ ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലാറ്റ് ബ്രഷാണ് ഇത്. അതുപോലെ ഈ ഒരു ബ്രഷൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള, ഇത് രണ്ടുമാണ് ഞാൻ കൂടുതലായിട്ട് വാട്ടർ കളർ പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ, അതായത് വാട്ടർ കളറിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഈയിടെയായിട്ട് അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രഷാണിത്, പുതിയതാണ് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് ടെയിൽ ബ്രഷ്. ടെയിൽ എന്ന് പറയാൻ മാത്രം നീളമൊന്നുമില്ല, എന്നാലും ടെയിൽ ബ്രഷാണ്. പിന്നെ 5 സൈസ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിലുള്ള വലിയ സൈസ് ബ്രഷാണിത്, 12-15 സൈസാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാറ് ഗ്രാസ്
വരക്കാനും അതുപോലെ മേഘമൊക്കെ വരക്കാനും യൂസ് ചെയ്യാറുണ്ട് ഇത്. പിന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് പോയിൻ്റ് ബ്രഷാണ്. പോയിൻ്റ് ബ്രഷ് എന്ന് പറയുമ്പോൾ ഇത് 0 സൈസാണ്. അപ്പോൾ ഇത് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ ബ്രഷുകളാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് പാലറ്റ് നൈഫ് ഞാൻ ഉണ്ടാക്കിയ ഒന്നാണ് കേട്ടോ. ശരിക്കും ഇതൊന്നല്ല, എന്തായാലും ഇത് ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയൊരു ബ്രഷല്ല, നൈഫാണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാത്തതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചതിൽ ചില ബ്രഷുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പെയിൻറ്റിങ് ചെയ്ത് കാണിച്ചു തരാം. ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ചിലതൊക്കെ നിങ്ങൾ അറിയുന്നവരുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഫാൻ ബ്രഷ് ആവാം. ഫാൻ ബ്രഷിൻ്റെ യൂസിങ് കൂടുതലായിട്ട് നമ്മൾ മരം വരക്കാൻ, അതുപോലെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ വരക്കാനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസൈന് നോക്കാം. ജസ്റ്റ് സാമ്പിളാണ് കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കരുത്. അപ്പോൾ നമുക്കിതിങ്ങനെ അപ്പോൾ ഇതുപോലെയൊക്കെ 2 സൈഡിലായിട്ട് 2 കളറിലൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും. പക്ഷെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ കളറാണ് ചെയ്യാറ്. ഇനി ഫ്ലാറ്റ് ബ്രഷാണ്. ഫ്ലാറ്റ് ബ്രഷ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെയൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും ഈ ബ്രഷ്. ഇപ്പോൾ 2 കളറിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. 2 കളർ വെള്ളം ചേർത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇത് കണ്ട് നിങ്ങൾ കുത്തി വരക്കാണെന്നൊന്നും പറഞ്ഞേക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇതും ഫ്ലാറ്റ് ബ്രഷാണ്. അടുത്തത് ഞാൻ പോയിൻ്റ് ബ്രഷിൻ്റെ യൂസിങ് ഇങ്ങനെ കാണിച്ചു തരാം. പോയിൻ്റ് ബ്രഷ് വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഇതുപോലെ നൈസായിട്ട് നെയിം ചെയ്താൽ, ഇതുപോലെ ചെറിയ ചെറിയ പോയിൻ്റ് പ്ലേസിലൊക്കെ നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ബ്രഷ് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് വെക്കാം. പിന്നെ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. എലാസ്റ്റിക്കൊക്കെ വെച്ച് മെഷീനിൽ തയ്ച്ചെടുത്ത് ചെയ്തൊരു ബാഗാണ്. പണ്ട് ഞാൻ ബ്രഷ് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ബോട്ടിൽസൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കി, ഇപ്പോൾ ഇതിലാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ ബട്ടനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.